ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നബിയെ പറഞ്ഞു കൊടുക്കണം, ഇന്നൽ മൗത്ത്, നിശ്ചയം മരണം, അല്ലദീ തഫിറൂന മിൻ, ആ മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആ മരണത്തിൽ നിന്നാണ് നിങ്ങൾ മാറിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഇന്നഹു മുലാഖീകും, രക്ഷപ്പെടാനാകാത്ത വിധം, കുതറി മാറാനാകാത്ത വിധം, ഒടിഞ്ഞു മാറാനാകാത്ത വിധം, ഓടി മറയാനാകാത്ത വിധം ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ആ മരണം ഒരു അവസാനമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എവിടെന്നാണോ നിങ്ങൾ വന്നത് അവിടേക്കുള്ള മടക്കയാത്രയാണ് മരണം. രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ലോകരക്ഷിതാവിന്റെ വിചാരണാ വേദിയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് മരണം. അല്ലാഹു പറയുകയാണ്, വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഓരോ മനുഷ്യനും ജനിക്കുമ്പോൾ അവന്റെ അവധി എത്രയാണെന്ന് പടച്ച റബ്ബ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഏത് വയസ്സുവരെ അവൻ ജീവിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര സമ്പത്ത് അവൻ സമ്പാദിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം ഭക്ഷണം അവൻ കഴിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അവധി വന്നെത്തിയാൽ പടച്ച റബ്ബ് നിശ്ചയിച്ച അവധി അവനോട് അവന്റെ ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നീട്ടിത്തരാൻ ലോകത്തൊരു സംവിധാനത്തിനും സാധ്യമല്ല, ലോകത്തൊരു ടെക്നോളജിക്കും സാധ്യമല്ല. എത്ര കരഞ്ഞു പറഞ്ഞാലും സാധ്യമല്ല, എത്ര കെഞ്ചി ദുആ ചെയ്താലും സാധ്യമല്ല. ആ മരണത്തിന്റെ അവധി വന്നെത്തിയാൽ പിന്നീടുള്ളത് അള്ളാഹുവിലേക്കുള്ള യാത്ര മാത്രമാണ്, പടച്ച റബ്ബിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ്. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാകട്ടെ, യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ്. ആ മരണം നിങ്ങളെ അന്വേഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ആ മരണം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുന്നതാണ്. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഏറ്റവും കെട്ടുറപ്പുള്ള കെട്ടിടത്തിന്റെ അകത്ത് ഏറ്റവും സുരക്ഷിതനാണെന്ന് നീ തെറ്റിദ്ധരിച്ചാലും ആ കെട്ടിടത്തിൽ നീ ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങൾ, ആ കെട്ടിടത്തിൽ നീ ഉണ്ടാക്കി വെച്ച സുരക്ഷാ വലയങ്ങൾ മുഴുവനും ഭേദിച്ചുകൊണ്ട് ആ മരണം നിന്നിലേക്ക് കടന്നു വരുന്നതാണ്. ആ മരണത്തെ തടയിടാൻ ഒന്നിനും തന്നെ സാധ്യമല്ല, നിന്റെ സമ്പത്തിന് സാധ്യമല്ല. എത്രയെത്ര സമ്പന്നന്മാരാണ്, എത്രയെത്ര രാജാക്കന്മാരാണ്, എത്രയെത്ര അധികാരികളാണ് ഈ ലോകത്ത് നിന്ന് നിസ്സഹായരായി വിട പറഞ്ഞു പോയത്. അല്ലാഹു ചോദിക്കുകയാണ്, കം തറകൂ മിൻ ജന്നാത്തിൻ ഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഭാവി മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, സമ്പാദ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കണേ. നിങ്ങളെപ്പോലെ സ്വപ്നം കണ്ടവർ, നിങ്ങളെപ്പോലെ സാമ്രാജ്യം പടുത്തുയർത്തിയവർ, നിങ്ങളെപ്പോലെ സമ്പാദിച്ചവർ, നിങ്ങളെപ്പോലെ പ്രത്യാശകളും പ്രതീക്ഷകളുമായി ജീവിച്ചവർ എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, എത്രയെത്ര കോടികൾ ചെലവിട്ട് പണിത വീടുകളാണ്, എത്രയെത്ര കോടികൾ നെറ്റ്വർക്കുള്ള സ്ഥാപനങ്ങളാണ്, എത്രയെത്ര വലിയ വലിയ സിംഹാസനങ്ങളാണ്, ചെങ്കോലുകളാണ് ഈ ദുനിയാവിൽ അവർ വിട്ടേച്ചു പോയത്. ചേതനയറ്റവരുടെ ശരീരം വിറങ്ങലിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകുമ്പോ അവർ സമ്പാദിച്ചതൊന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. അവരുടെ സമ്പാദ്യമോ അവരുടെ സിംഹാസനങ്ങളോ അവരുടെ ചെങ്കോലുകളോ ഒന്നും തന്നെ അവരുടെ കൂടെ കൊണ്ടുപോയിട്ടില്ല. ഫിറഔൻ എന്ന് പറയുന്ന ധിക്കാരിയായ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ ഫഅത്ബഅഹും ഫിർഔന വജുനൂദഹു ബഗ്യൻ വഅദ്വാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളുമായി കടൽ വിളർന്നുകൊണ്ട് കടന്നുപോയപ്പോ ഫിറഔനും പടയാളികളും ദേഷ്യത്തോടെ വൈരാഗ്യത്തോടെ അവരെ പിന്തുടരുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ഫിറഔൻ ചെങ്കടലിൽ മുക്കി താഴ്ത്തപ്പെട്ടപ്പോ ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്,
وفسق قال آمنت أنه لا إله إلا الذي آمنت به بنو إسرائيل وأنا من المسلمين. ഫിർഔൻ പറയുകയാണ്, തന്റെ മൂക്കറ്റം വെള്ളമെത്തിയപ്പോ വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങിത്താഴ്ന്നപ്പോ ശ്വാസകോശത്തിനകത്തേക്ക് വെള്ളം കയറി ശ്വാസം കിട്ടാതായപ്പോ ഫിർഔൻ അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയുകയാണ്, ആമൻതു, ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ് റബ്ബേ. ഏതൊരു രക്ഷിതാവിലാണോ ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ചത്, ഏതൊരു രക്ഷിതാവിലാണോ മൂസയും ഹാറൂനും വിശ്വസിച്ചത്, ആ രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിക്കുകയാണെന്ന് ഫിർഔൻ അവിടെ വെച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ മറുപടി, الآن وقد عصيت وقد كنت من المفسدين. സമയം തീർന്നു പോയി ഫിർഔൻ, നിന്റെ അവസരം നഷ്ടപ്പെട്ടു പോയി. فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. ആ ഫിർഔൻ ചെങ്കടലിലേക്ക് പ്രവേശിച്ചപ്പോ ആ ഫിർഔനിന്റെ കൂടെ പ്രവേശിച്ച പടയാളികൾക്ക് പുറമെ പിന്നാലെ വരുന്ന ഒരുപാട് പടയാളികൾ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈജിപ്തിലെ പ്രജകൾ മുഴുവൻ ഫിർഔൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന അന്ധവിശ്വാസത്തിലായിരുന്നു. ഫിർഔനിന്റെ സമ്പാദ്യം കൊണ്ട്, ഫിർഔനിന്റെ അധികാരം കൊണ്ട് ആ ഫിർഔൻ ഒരിക്കലും മരിക്കുകയില്ല, എന്നെന്നും ജീവിക്കുന്നവനാണെന്ന തെറ്റിദ്ധാരണ അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പടച്ചറബ് പറഞ്ഞത്, നിന്റെ പിന്നാലെ വരുന്ന നിന്നെ ആരാധിക്കുന്ന നിന്റെ ശിങ്കിലുകൾ ഉണ്ടല്ലോ, നിന്റെ അനുയായികൾ ഉണ്ടല്ലോ, നിന്റെ പ്രജകളുണ്ടല്ലോ, ആ പ്രജകൾക്ക് ഒരു ആയത്തായി കൊണ്ട്, ദൃഷ്ടാന്തമായി കൊണ്ട് നിന്റെ മൃതശരീരത്തെ ഞാൻ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ചേതനയേറ്റ നിന്റെ ശരീരം സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്നു കൊണ്ട് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് വീമ്പ് പറഞ്ഞ നിന്റെ ശരീരം വിറങ്ങലിച്ച് തണുത്തുറച്ച് നിശ്ചലമായി കിടക്കുന്നതവരെ ഞാൻ കാണിക്കുക തന്നെ ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? എന്റെ ആയത്തിന്റെ ദൃഷ്ടാന്തം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരുപാട് അധികാരികൾ, ഒരുപാട് വലിയ വലിയ മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരും മരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ ഈ ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട്. അവരും മരിച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ അവർ മരിച്ചിട്ടുണ്ട്. മരണത്തിന് തടസ്സമായി പടച്ചിറപ്പ് ഈ ലോകത്തൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അതാണ്. രണ്ടാമത്തെ വിഷയം, പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി വഇലൈനാ തുർജഊൻ. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. സുമ്മ ഇലൈനാ തുർജഊൻ. പിന്നീട് നമ്മിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. എല്ലാവരും മരണത്തിന്റെ വേദന ആസ്വദിക്കുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ മരിക്കുമ്പോ റസൂല് പറഞ്ഞൊരു വചനമുണ്ട്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിനൊരു വേദനയുണ്ട്, മരണത്തിനൊരു സക്കറാത്ത് ഉണ്ട്. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ ലഹരി എന്നാണ് അർത്ഥം. മരണലഹരി അനുഭവിക്കാതെ ഒരാൾക്കും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ കഴിയില്ല. ലഹരി എന്ന് പറയാൻ കാരണം എന്താണ്? കണങ്കാലുകൾ തമ്മിൽ കൂടിയുരഞ്ഞു പോകുന്ന, വേദന കൊണ്ട് മനുഷ്യൻ മത്തുപിടിച്ചു പോകുന്ന, ജീവിതത്തിൽ ഇന്ന് വരെ അവൻ തിരിച്ചറിയാത്ത വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന അതിഭീകരവും ഭയാനകവുമായ ഒരു രംഗത്തെയാണ് സക്കറാത്ത് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതെല്ലാവർക്കുമുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. കൊതുകിനും പ്രാണിക്കും പാറ്റക്കും പക്ഷിക്കും മൃഗങ്ങൾക്കും മത്സ്യത്തിനും എല്ലാവർക്കും ആ സക്കറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണം എപ്പോൾ വരും, എപ്പോൾ പിടികൂടും, ഏത് സ്ഥലത്ത് വെച്ച് മരിച്ചു വീഴും എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഈ സദസ്സിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ, ഈ കറങ്ങുന്ന ഫാനിന് നമ്മളെക്കാൾ ഗ്യാരണ്ടി ഉണ്ട്. ഈ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന AC-ക്ക് നമ്മളെക്കാൾ ഗ്യാരണ്ടി ഉണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതിന്റെ അനാട്ടമിയെക്കുറിച്ച്, അതിന്റെ ഇന്റേണൽ ഓർഗാൻസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നൂലിന്റെ വ്യത്യാസത്തിലാണ് പ്രവർത്തിക്കുന്നത്. നൂലിന്റെ വ്യത്യാസത്തിൽ എത്രയോ ദുർബലമാണ്. 10,000-കണക്കിന് ചുരുണ്ട് പരണ്ട് കിടക്കുന്ന നമ്മുടെ തലച്ചോറിന്റെ നെർവസ് സിസ്റ്റത്തിന് ചെറിയൊരു തകരാറ് വന്നാൽ മതി, നമ്മൾ ഭ്രാന്തനായി, ആളുകൾക്ക് പുച്ഛമുള്ളൊരു തനായി മാറി. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസം 1,15,000 തവണ മിടിക്കുന്ന നമ്മുടെ ഹൃദയം ഒരു 2 സെക്കൻഡ് പണി മുടക്കിയാൽ മതി, മരിച്ചു.
മയോകാർഡിയോ ഇൻഫ്രാക്ഷൻ എന്നാണ് അതിന് പറയാം. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഏത് നിമിഷവും മരിക്കാം, ഏത് സെക്കൻഡും മരിക്കാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മരിച്ചു വീണവർ ഒരുപാടുണ്ട്. സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചു വീണവർ ഒരുപാടുണ്ട്. താൻ ഏറ്റവും സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മരിച്ചു വീണവരുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ രണ്ടു ഭാഗത്തും ബ്ലാക്ക് ക്യാറ്റ്സ് തോക്കും പിടിച്ചു നിൽക്കാൻ. എന്തിന്? പുറമേ ആരെങ്കിലും വന്ന് ആക്രമിച്ച് കൊല്ലാതിരിക്കാൻ. അവര് മലക്കുൽ മൗത്ത് നിഷ്പ്രയാസം കീഴടക്കിയിട്ടുണ്ട്. ആ ബ്ലാക്ക് ക്യാറ്റ്സിന് മുന്നിൽ അവരൊരുക്കിയ സകല സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നിൽ ചേതനയേട്ടവർ വീണ് അവരുടെ മുന്നിൽ നിന്ന് പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത നിമിഷം നിന്റെ ശരീരത്തിന് എന്ത് സംഭവിക്കും, നിന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, നിന്റെ സ്ഥാപനത്തിന് എന്ത് സംഭവിക്കും നിനക്കറിയില്ല. എവിടെ വെച്ചാണ് നീ മരിക്കുക? പള്ളിയിലോ, മദ്രസയിലോ, അല്ലെങ്കിൽ അങ്ങാടിയിലോ, അല്ലെങ്കിൽ ബാത്റൂമിലോ, ഹോട്ടലിലോ, ജോലി സ്ഥലത്തോ, കടലിലോ, ആകാശത്തോ, മരുഭൂമിയിലോ, എവിടെ നിന്നാണ് നീ മരിച്ചു വീഴുക? ആരും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞുതരാനും പോകുന്നില്ല. എത്ര വലിയ പണ്ഡിതനായാലും അതൊട്ട് മനസ്സിലാവില്ല. പ്രവാചകന്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. മരണത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. മൂന്നാമതായി മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ആ മരണം എന്നത് തൗബയുടെ അന്ത്യമാണ്, തൗബയുടെ അവസാനമാണ്. ആ മരണത്തിന്റെ സമയത്ത് എല്ലാവരും തൗബ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആല ഇംറാനിൽ നമ്മോട് പറഞ്ഞു, സൂറത്തുൽ നിസായിൽ നമ്മോട് പറഞ്ഞിരുന്നു. അല്ലാഹു പറയാൻ, വലൈസതിത് തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ. ഒരു വിഭാഗം ആളുകൾക്ക് തൗബയില്ല, പശ്ചാത്താപമില്ല. അവരുടെ പ്രത്യേകത എന്താണ്? മരണം മുന്നിലെത്തുന്നത് വരെ അവരതാ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സയ്യിആത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ. മരണത്തിന് ഇങ്ങനെ മുന്നിൽ കാണുന്ന സമയത്ത് അവർ പറയും, ഖാല ഇന്നി തുബ്തുൽ ആൻ. റബ്ബേ, ഞാനിതാ ഇപ്പൊ പശ്ചാത്തപിക്കുകയാണ്, എനിക്ക് പുറത്തു തരണേ റബ്ബേ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹു പറയുകയാണ്, ഉലൈക ലഹും അദാബുൻ അലീം. അവരെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ്. അവർക്ക് തൗബയില്ല. മലക്കുൽ മൗത്ത് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഓരോ മനുഷ്യനും പറയും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹുവേ, എനിക്ക് അല്പമൊന്ന് സമയം തരണേ, ഞാൻ നന്നായേക്കാം, ഞാൻ ചെയ്യാതെ പോയ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തേക്കാം, ഞാൻ പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരവസരം കൂടി നൽകണേ നാഥാ. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ആരാലും പരിഗണിക്കപ്പെടാത്ത, ആരാലും മാനിക്കപ്പെടാത്ത കേവലം വാക്കുകൾ മാത്രമായിരിക്കും അത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവർക്ക് മുന്നിൽ ഇനിയുള്ളത് അള്ളാഹുവിന്റെ ബർസഖിലേക്കുള്ള യാത്ര മാത്രമാണ്, മലക്കുകളുടെ കൂടെയുള്ള യാത്ര മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് യാതൊരു ഉപാധിയും ഇനി ബാക്കി നിൽക്കുന്നില്ല. സൂറത്തു സജദയിലൂടെ അള്ളാഹു പറയുകയാണ് ചില ആളുകളെ കുറിച്ച്, വഖാലൂ ഇദാ വലൽനാ ഫിൽ അർദി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. അവരതാ ചോദിക്കുകയാണ്, ഞങ്ങൾ മണ്ണിനോട് ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു ജീവൻ ഉണ്ടാവുകയോ, ഞങ്ങൾ വീണ്ടും റബ്ബിന്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടുകയോ? അള്ളാഹു പറയുകയാണ്, അവരവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചു തള്ളുകയാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, മലക്കുൽ മൗത്ത് അല്ലദീ വക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. നിങ്ങളുടെ മരണത്തെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളിലേക്ക് വരുന്നതാണ്, എന്നിട്ട് നിങ്ങളുടെ ആത്മാവിനെ ഏറ്റെടുക്കുന്നതാണ്. ആ സമയത്തും വലൗതറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. ആ സമയത്ത് കുറ്റവാളികളായ മനുഷ്യർ തലതാഴ്ത്തിക്കൊണ്ട് നമ്രശിരസ്കരായിക്കൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ, ഞങ്ങളെ ഒന്ന് നോക്കണേ, ഫസമിഅനാ,
ഞങ്ങളെ ഒന്ന് കേൾക്കണേ, ഫർജിഅ്നാ ഞങ്ങളെ ഒന്ന് മടക്കണേ റബ്ബേ, ജീവിതത്തിലേക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് നൽകണേ നാഥാ, നഅമൽ സാലിഹാ ഞങ്ങൾ നന്മ പ്രവർത്തിച്ചോളാം, ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചോളാം എന്ന് അള്ളാഹുവിനോട് അവർ പറയുന്നതാണ്, മലക്കുകളോട് അവർ പറയുന്നതാണ്. ആ സമയത്ത് അവരുടെ മറുപടി എന്താണ്? മലക്കുകളുടെ മറുപടി ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, പരിഗണിക്കപ്പെടാത്ത വാക്കുകളാണവ, ഒരിക്കലും പരിഗണിക്കപ്പെടുന്നതല്ല. ആ സമയത്ത് തൗബ ചെയ്യാത്തവരായി ആരുമില്ല പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാത്തവരായി ആരുമില്ല. പക്ഷേ ആ സമയമാകുമ്പോഴേക്ക് തൗബയുടെ വാതിലടച്ചിട്ടുണ്ടാകും. ആ സമയത്തുള്ള കരച്ചിലിന് ഫലമില്ല, ആ സമയത്തുള്ള തേട്ടത്തിന് ഫലമില്ല, ആ സമയത്തുള്ള ദുആക്ക് ഉത്തരമില്ല. കർമ്മങ്ങളുടെ ഏടുകൾ അടച്ചതിന് ശേഷം അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ തൊണ്ട പൊട്ടി കരഞ്ഞതിന് ശേഷം യാതൊരു ഫലവുമില്ല. മരണമെന്ന് പറയുന്നത് തൗബയുടെ അവസാനമാണ്, തൗബയുടെ പുസ്തകത്തിന്റെ അടവാണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തിന് മുന്നേ തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.